രാജീവ് രവി സിനിമകൾ പറഞ്ഞൊട്ടും പരിചിതമല്ലാത്തത് എന്തോ അതിനെ പറഞ്ഞു തരുന്നതാണത്. റോ ആണ്, റിയലിസ്റ്റിക് ആണ്. സിനിമയിലെ ദൃശ്യങ്ങൾ സുന്ദരമായിരിക്കണം എന്നതിനേക്കാൾ അത് സത്യസന്ധമായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന തരത്തിലൊന്ന്. കഥാപാത്രങ്ങളെ തുറിച്ചു നോക്കുന്നതിന് പകരം ദൂരെ നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്ന രീതിയിലുള്ളൊന്ന്. കഥാപാത്രങ്ങളുടെ വാക്കുകളേക്കാൾ അവരുടെ കണ്ണുകളിലെ ഭാവങ്ങൾ ഒപ്പിയെടുക്കുന്ന പോലെ ഒന്ന്. രാജീവ് രവി ഡയറക്റ്റ് ചെയ്ത മൂവീസ് നോക്കുകയാണെങ്കിലും നായകനെ ചുറ്റിപ്പറ്റി മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള എല്ലാത്തിലേക്കും അത് ഇറങ്ങിച്ചെല്ലും. രാജീവ് രവിയുടെ നായകന്മാർക്കുമുണ്ട് പ്രത്യേകതകൾ. അവരാരും തന്നെ നമ്മൾ കണ്ടു ശീലിച്ച നായക പരിവേഷമുള്ളവരല്ല. അവർ ആരും അമാനുഷികരുമല്ല, മനുഷ്യരാണ്, നമുക്ക് ചുറ്റുമുള്ള സാധാരണ മനുഷ്യർ. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ മുതലുണ്ട് ആ സാധാരണത്വം. റസൂൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറാണ്. അമാനുഷികമായ ഒന്നും റസൂലിലില്ല. അവൻ അത്ര കണ്ട് ധീരനുമല്ല. അവൻ പലപ്പോഴും പരാജിതനാണ്, നിസ്സഹായനാണ്. കമ്മട്ടിപ്പാടത്തിലെ കൃഷ്ണനും ഗംഗയും ഒക്കെ അധോലോക നായകന്മാരല്ല, മറിച്ച് സാഹചര്യങ്ങൾ കൊണ്ട് ക്രിമിനലുകളായി മാറിയ സാധാരണ മനുഷ്യരാണ്. നന്മ മാത്രം നിറഞ്ഞ നായകന്മാരല്ല ഇവർ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്ന, പലപ്പോഴും സമൂഹത്തിൻ്റെ നിയമങ്ങൾക്ക് പുറത്ത് ജീവിക്കുന്നവരാണ്. അവർ പേടിയുള്ളവരാണ്, ഒപ്പം പോരാടുന്നവരുമാണ്. റസൂലാണെങ്കിലും സ്റ്റീവ് ലോപ്പസ് ആണെങ്കിലും ഗംഗയാണെങ്കിലും മൊയ്തു ആണെങ്കിലും സാജൻ ഫിലിപ്പ് ആണെങ്കിലും അതെ. അദ്ദേഹത്തിൻ്റെ നായകന്മാർക്ക് പറയാൻ കൃത്യമായ പരുക്കൻ കഥകളുണ്ട്. അവർക്കും സിനിമയ്ക്കും പറയാൻ ഒരു ഉറച്ച രാഷ്ട്രീയമുണ്ട്. അതിന് പിന്നിൽ അടിച്ചമർത്തപ്പെട്ട ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ കഥയുണ്ട്. തൊഴിലാളി സമരങ്ങളെക്കുറിച്ചുള്ള സത്യമുണ്ട്. ശക്തമായ കഥ ശക്തമായി പറയുമ്പോഴും ഒരു രാജീവ് രവി ടച്ച് ഉണ്ട്. മനുഷ്യർക്കിടയിൽ ക്യാമറ ഒളിപ്പിച്ച് വെച്ചെടുക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. അത് പലപ്പോഴും ആൾക്കൂട്ടത്തിനിടയിലെ ഒരു സാധാരണക്കാരനായി നായകനെ അദ്ദേഹം മാറ്റുന്നു. ഒരു സീനിൽ നായകൻ സംസാരിക്കുമ്പോൾ ക്യാമറ നായകനിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുക, പകരം ആ ഫ്രെയിമിലുള്ള മറ്റുള്ളവരുടെ മുഖഭാവങ്ങളും പ്രതികരണങ്ങളും ഒപ്പിയെടുക്കും. കാരണം നായകൻ അവരിൽ ഒരുവനാണ്. അമാനുഷികമായതെല്ലാം ഇല്ലാതാക്കി മാനുഷികമായ ഒന്നാണ് രാജീവ് രവിയുടെ നായകനും സിനിമയും കാഴ്ചകളും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ദൃശ്യങ്ങൾക്ക് ഒരു പ്രത്യേക പരുക്കൻ സൗന്ദര്യം ലഭിക്കുന്നത്.